ഈശോ, താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു കാര്യം കൂടിയുണ്ട്, ഈ സിനിമയിൽ രക്ഷയില്ലാത്തതുകൊണ്ട് മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കുവാൻ ബുദ്ധിമുട്ടായി ഈ പവർ ഗ്രൂപ്പിന്റെ സ്വാധീനത്തിന് വഴങ്ങാതിരുന്ന് അവിടെ നിന്ന് സീരിയലിലേക്ക് രക്ഷപ്പെടാം എന്ന് ശ്രമിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെയും ഇതേ സിനിമാ രംഗത്ത് നിന്നുള്ള അഭിനേതാവിന്റെ ഒരു സംഘം അവിടെയുണ്ട്, ആ ഒരു സംഘടന തന്നെ അവിടെയുണ്ട് എന്ന് പോലും റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉണ്ടാവുകയാണ്. ആരാണെന്ന് അവിടെയും അറിയാവുന്നവർക്ക് അറിയാം, പേരില്ല എന്നതുകൊണ്ട് പറയാനുമാവുന്നില്ല. ശ്രീ രാഹുൽ ഈശ്വർ, അവിടെയാണ് ശ്രീ മഞ്ജുഷ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാനൊരു കാവിയറ്റോട് കൂടി തുടങ്ങട്ടെ. ഇത് യൂണിവേഴ്സൽ അല്ല, എല്ലാവർക്കും നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാവുന്നില്ല. എന്നാൽ ചില ആൾക്കാർ വളരെ മോശമായി പ്രതികരിക്കുന്നുണ്ട്, ചില ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ പോസിറ്റീവാണ്. ഇതൊന്നും നമ്മളെല്ലാം യോജിക്കുന്നതാണ്. ശ്രീ മഹേഷ് ആണെങ്കിലും ശ്രീ വിനുജി ആണെങ്കിലും ആശാ മാഡം ആണെങ്കിലും ഇതൊരു വേ ഫോർവേഡ് ആയിരിക്കണം, മുമ്പോട്ട് നോക്കുന്നതായിരിക്കണം, പരിഹാരത്തിന് വേണ്ടിയുള്ളതായിരിക്കണം, പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണം, സിനിമാ സെറ്റുകളിൽ ലഹരി, മദ്യം തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും നിരോധിക്കുകയും അതിനുവേണ്ടി നടപടികൾ എടുക്കുകയും നമുക്ക് ചെയ്യാം. പക്ഷെ പേ പാരിറ്റി അഥവാ ശമ്പളം ഒരുപോലാകും, അത് പ്രായോഗികമാവില്ല. പൃഥ്വിരാജിനും ഐശ്വര്യ റോയ്ക്കും ഒരേ ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആവില്ല. എന്നാൽ ബെറ്റർ ഹൈജീൻ കണ്ടീഷൻസ് ഉണ്ട്. ശുചിമുറികളടക്കം ശൗചാലയങ്ങളടക്കം വേണ്ട രീതിയിൽ സ്ത്രീകൾക്ക് ഇല്ല, അത് നിർബന്ധമാക്കണമെന്ന് പറയാം. രാത്രികാലങ്ങളിലെ യാത്ര തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ താമസം തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ശ്രദ്ധിക്കണം. രണ്ട്, നമ്മുടെ സിനിമ ഒരു ഇൻഡസ്ട്രി കൂടിയാണ്, ഇത് ലീഗലി ബൗണ്ട് ആയ ഇൻഡസ്ട്രിയാണ്. അപ്പൊ പ്രോപ്പർ കോൺട്രാക്ട് സ്ട്രക്ചറും മറ്റു കാര്യങ്ങളും വേണം. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഹേമ കമ്മിറ്റി കൊണ്ടുവരാൻ കഴിയും. മാധ്യമങ്ങളുടെ നിതാന്ത ജാഗ്രത കൊണ്ടുകൂടി ഏതെങ്കിലും രീതിയിൽ പ്രഡേറ്റേഴ്സ്, ചൂഷകർ ഇതിലുണ്ടെങ്കിൽ അവർ ഇനിയും ചൂഷണം ചെയ്യാൻ പേടിക്കും, അവർക്ക് പ്രഡേറ്ററി നേച്ചർ പേടിക്കും. എന്നാൽ സിനിമാ മേഖലയെ മോശമാക്കുന്നതല്ല, നമ്മുടെ സിനിമാ മേഖല നല്ലതാണ്. എനിക്ക് തമിഴ്, ഹിന്ദി ഇൻഡസ്ട്രിയിലെ കുറെ കൂടെ അടുത്തറിയാമെന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ മലയാള സിനിമ ഒരു കുടുംബം പോലെ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാ മേഖലയിലും ഉള്ളപ്പോൾ ഇതിലും തെറ്റുകാർ കാണാം, ഇതിലും മോശക്കാർ കാണാം, ഇല്ലെന്നാരും പറയുന്നില്ല. കാസ്റ്റിംഗ് കൗച്ച് കാണാം, സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുന്നത് കാണാം. അപ്പൊ അതിനെ തടയണം. ഇത് സിനിമാ മേഖലയുടെ ശുദ്ധീകരണമായി മാറണം. സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കണ്ടു വളർന്ന ഈ സിനിമയെല്ലാം നമ്മുടെ എല്ലാം സാംസ്കാരിക ബോധത്തിന്റെ അടിസ്ഥാനം പോലും വലിയൊരു ശതമാനം സിനിമയാണ്. ആ സിനിമയിലെ ആരെയും മോശവൽക്കരിക്കാനല്ല, ആരെയും പേരെടുത്ത് നാണം കെടുത്താനല്ല, കരിവാരിത്തേക്കാനല്ല, എന്നാൽ സോളിഡ് മെഷേഴ്സ് വേണം. ഇനി പെട്ടെന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നയം വേണം. ആ നയത്തെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് നിലപാടുകൾ വേണം. പക്ഷേ ശ്രീ രാഹുൽ ഈശ്വർ, ഈ റിപ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾ പഠിച്ച ഒരു റിപ്പോർട്ട് 4.5 വർഷമായിട്ട് കയ്യിലിരുന്നിട്ട് ഒന്നും ചെയ്യാതിരുന്ന സർക്കാരിൽ നിന്ന് എന്ത് കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കാനാണ്? അപ്പോൾ ആരെയും ആർക്കും മോശമായി തോന്നാത്ത വിധത്തിൽ ഈ റിപ്പോർട്ട് കൈകാര്യം ചെയ്യുവാനാണ് സർക്കാരിന്റെ ശ്രമം എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. ഈ ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാരിന്റെ മുന്നിൽ എന്താണ് തടസ്സമുണ്ടായിരുന്നത്? അവിടെയാണ് ശ്രീ മഞ്ജുഷ്, അങ്ങേക്കറിയാലോ, ഞാനൊരു ഇടതുപക്ഷ വിരുദ്ധനായ വ്യക്തിയാണ്. CPM സർക്കാരിനോട് ഒരു മമതയില്ലാത്ത വ്യക്തിയാണ്. പക്ഷെ സഖാവ് ശ്രീ പിണറായി വിജയൻ വളരെ പക്വതയോടുകൂടിയാണ്, വളരെ പാകതയോടുകൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്. ശ്രീ സജി ചെറിയാൻ മന്ത്രി അടക്കം വളരെ അവധാനതയോടുകൂടി പാകതയോടുകൂടിയാണ് കൈകാര്യം ചെയ്തത്. കാര്യം 10,000-കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്, ഉപജീവനത്തെ ബാധിക്കുന്നതാണ്. നമുക്കിത് ചർച്ച ചെയ്ത് നമ്മൾ ഇതിന്റെ വ്യത്യസ്ത വശങ്ങൾ കളയും, പക്ഷെ അവരുടെ ജീവിതത്തെ ബാധിക്കും, ഇൻവെസ്റ്റർ സെന്റിമെന്റ്സിനെ ബാധിക്കും. സിനിമ മുതൽ മുടക്കുന്നവരുടെ ഇൻഡസ്ട്രി കൂടെയാണ്. ഇതൊരു ക്യാപിറ്റലിസ്റ്റിക് ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രിയാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. അതിൽ റെഗുലേഷൻസിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ചില കാര്യങ്ങളിലെ റെഗുലേഷൻ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതോടൊപ്പം ആശാ മാഡം ഒക്കെ പറയുന്ന പോലെ എക്സ്പ്ലോയിറ്റേഷനും പാടില്ല. അതും ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. അവിടെയാണ് പാർവതി അടക്കമുള്ള പ്രഗത്ഭരായ കലാകാരികൾ, അല്ലെങ്കിൽ പാർവതി തിരുവോത്ത്, ഭാഗ്യലക്ഷ്മി മാഡം അടക്കമുള്ള വ്യത്യസ്ത ആൾക്കാരുണ്ട്. അവർ അവരുടെ ജീവിതം കൊണ്ട് പോലും പോരാടിയാണ് ഇത്തരം കാര്യങ്ങൾ WCC അടക്കമുള്ളവർ നേടിയത്. ആ നേട്ടത്തെ പൂർണ്ണമായി ബഹുമാനിക്കുന്നു. അതോടൊപ്പം പ്രാക്ടിക്കലായ സ്റ്റെപ്സ് ആണ് നമുക്ക് വേണ്ടത്. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ കോൺക്ലേവ് വിളിക്കുന്നത് വളരെ നല്ലതാണ്. അമ്മയടക്കമുള്ളവരിൽ വളരെ ആർജവും ഊർജവും ഉള്ളവരുണ്ട്. ഇതിനു മുൻപ് ഒരു സമിതിയെ വെച്ച് അതിൽ തെളിവെടുപ്പും കാര്യങ്ങളും ഒക്കെയുമായിട്ട് മുന്നോട്ട് പോയതല്ലേ ശ്രീ രാഹുൽ ഈശ്വർ സർക്കാർ? പക്ഷേ ഇടയ്ക്ക് വെച്ച് അതൊക്കെ തടസ്സപ്പെടുകയാണ് ചെയ്തത്. ശ്രീമതി